ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ദോശ മാവ് അരിക്കൂട്ട് മാവില്ല, ആ മാവ് അരച്ചിട്ട് നമ്മളിപ്പോൾ ദോശ കൂട്ടേൻ്റെ ബാക്കിയെല്ലാം ഉണ്ടാവില്ല, പാത്രം പഠിച്ച് കഴുകി വെച്ചത് അതെല്ലാം കൂടിയുള്ള വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടി ആക്കിയിട്ട് ഇവിടെ എടുത്തുകൊണ്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ആക്കി നേർപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതാണ് ഇത്ര പേരെ വെള്ളമുണ്ട്. മുളകിന് ഒഴിക്കാണ്. മുളകിന് ഇതാ കണ്ട, നല്ല അരിക്കൂട്ട് ഉഴുന്നിൻ്റെ ആ ഉഴുന്നെല്ലാം കണ്ട, ഉഴുന്നിൻ്റെ പത ഇത് കണ്ട ഉഴുന്നും പതി ഇത് ആണ് ഒഴിച്ച് കൊടുക്കാനാണ്. ഇത് കുറച്ച് നേർപ്പിച്ചിട്ടാന്ന് വെച്ചാൽ അധികം കട്ടിയിൽ വെച്ച് കൊടുത്താൽ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഇത് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് 100% റിസൾട്ടാണ്. ഞാൻ ഈ ചെയ്ത് നോക്കിയതാണ്. ഇത് നല്ല വെറും ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടാകുമ്പോൾ രണ്ടാമത്തെ ട്രിപ്പിനെല്ലാം പറഞ്ഞ് മുളകെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇത് കലക്കി വെച്ച് കൊടുത്താൽ അതേപോലെ തേർത്തിട്ട് തിരിയടക്കം തേർത്ത് വന്നിട്ട് അതിൻ്റെ മേലെ പൂ ഉണ്ടായിട്ട് നല്ലപോലെ ഉണ്ടായിട്ട് ഞാൻ പറിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാം കൊല്ലം ഞാൻ അത്രക്കും പറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. നല്ല റിസൾട്ടാണ്. ഇതിന് ഒരു തകരാറുണ്ടാവില്ല. ഞാൻ അത്ര ഉറപ്പ് തരാം, അത്രയും എനിക്ക് ഗ്യാരണ്ടി ആയത്. അതുകൊണ്ട് ഇന്നിപ്പം ഇത് കാണിക്കാൻ വെച്ചാൽ ഈ മുളകിന് ഞാനിത് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഒഴിച്ച് നോക്കിയിട്ട് കാണണം. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒഴിക്കാൻ കാണിച്ചു തരും. ഇത് ഒഴിച്ച് കൊടുക്കട്ടെ. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുമെന്ന്. ഇതിപ്പം കുറച്ചേ ഒഴിക്കാതെ, അധികം വേണ്ട, കുറച്ച് മതി. ഇത് ഞാൻ അധികം അരി അരച്ച് ദോശ ഇന്നിപ്പോൾ ഇനി ആക്കാൻ വേണ്ടി മാത്രമേ ഇന്നലെ ദോശക്കാക്കി, വലിയ ദോശക്കാക്കില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നല്ലപോലെ ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കിക്കോ. ഇത് എന്തായാലും ഇത് 100% റിസൾട്ടാണ്. ഇനി യാതൊരു കുറവില്ല. മുളകിന് നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഇപ്പം വിചാരിക്കും ഞാൻ ഇത് പറയുന്നതല്ല, നല്ല സത്യാവസ്ഥയിലായിട്ട് പറയുന്നു. നല്ല കണ്ടീഷനായിട്ട് വരും. അത് ഇതൊരു 100 ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുളക് പറിച്ച് ഒഴിവാകുമ്പോൾ നിങ്ങൾ ആദ്യം ഇടയ്ക്ക് ഇത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതാക്കി വരും. അതുകൊണ്ട് നല്ലോണം ചേർത്തിട്ട് തിരി വന്ന് കൂട്ടി കാഴ്ച നല്ല അടിപൊളിയായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടുള്ള അതായത് ഈ ഉഴുന്നിൻ്റെയും അരിയുടെയും മാവിൻ്റെ കൂട്ട് ഇത് നല്ല ഇപ്പം കായ്ച്ചിട്ട് അതിനും ഇരട്ടിയായിട്ട് പൂവും കായും വരും. ഇപ്പം എൻ്റെ ഈ കായിൽ കാണുന്നില്ലേ, ഇതിലും കൂടുതലായിട്ട് പൂ ഇങ്ങനെ നിറച്ച് വരും. തിരി അങ്ങനെ വന്നിട്ട് അതിനകത്ത് നിറയെ പൂവും കായും ഉണ്ടായിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ് ഒരു ട്രിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കായെല്ലാം കുറഞ്ഞ് വരുമ്പോൾ ആദ്യം ഇതേപോലെ നിങ്ങൾ ഇന്ന് അരിയും കൂടി തലേന്ന് അരച്ച് കൂട്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഒഴിച്ച് കൊടുക്കുക കലക്കിയിട്ട്. നമ്മളിപ്പോൾ 2-3 ദിവസത്തെ ദോശക്കൂട്ട് ദിവസം അരക്കുന്നുണ്ട്. അതിൻ്റെ പാത്രം പഠിച്ചതും അതെല്ലാം കൂടി അവിടെ തൊട്ട് വെച്ചാൽ മതി. ഒരു ലേശമുള്ളതും എല്ലാം കൂടി ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾ പുളിപ്പിച്ചിട്ട് അയ്യ കൊണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിനായിട്ട് ദോശക്കൂട്ട് അരി അരക്കൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു 3-4 ദിവസം ദോശക്കൂട്ട് അരക്കുന്നതിൻ്റെ ബാക്കി പാത്രം പഠിച്ചാലും വയ്യത് തുടച്ച് വിടാം, ബാക്കിയുള്ള തുടച്ച് വിടാണ്ട് അത് വെള്ളം പഠിച്ചിട്ട് ഇതിനെ തൊട്ട് വെച്ച് 2-3 ദിവസത്തെ ദോശക്കൂട്ടിൻ്റെ ബാക്കിയുള്ളിൽ എടുത്ത് നമുക്ക് എത്ര മുളകായില്ല വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളാം. കുറച്ച് പച്ചവെള്ളം കൂട്ടിയിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് 100% ഞാൻ ഉറപ്പ് തരാം, ഗ്യാരണ്ടി തരാം. അത്ര ഗ്യാരണ്ടിയാണ്. എല്ലാവരും കാണണം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ കൂടി എത്തിയത്. അതുകൊണ്ട് ഇന്നും നിങ്ങളെ സഹായം വേണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളുണ്ട്, എൻ്റെ നന്ദിയുണ്ട്. എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ മക്കൾക്കും എല്ലാ മക്കൾക്കും എന്നെ എല്ലാവരും വിളിച്ചിട്ടും എല്ലാം ചോദിക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടും അങ്ങനെ ഇങ്ങനെ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തന്നെ ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേറെ ഒന്നും തരാനുമില്ല. നിങ്ങൾ എനിക്ക് ചെയ്യുന്നതിൻ്റെ നന്ദിക്കൂ. എനിക്കൊന്നും ചെയ്യാൻ അങ്ങോട്ട് തിരിച്ചു തരാനില്ല. ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് എന്നും എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് നിങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഇതെന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അറിയേണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ടേ. കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ അറിയില്ലോ.
നിങ്ങൾ ഇന്നയാൾ കമൻറ്റ് ചെയ്യും നിങ്ങൾ അറിയേണ്ടെങ്കിൽ അതുകൊണ്ട് ലൈക്ക് ചെയ്യണം. പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ തീരുന്നവരെ കാണാൻ നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുന്നതായിരിക്കുന്നു. എൻ്റെ വളരെ വളരെ നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. നിങ്ങളെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ അവസാനിപ്പിക്കുന്നു. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് നമസ്കാരം.